തെരഞ്ഞെടുപ്പുകളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന കെ മുരളീധരന്റെ തുറന്നുപറച്ചിലൂടെ പ്രതിരോധത്തിലായി കോൺഗ്രസ്. പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന പ്രതികരണത്തിൽ വി.ഡി. സതീശൻ ഉൾപ്പെടെ അതൃപ്തിയുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, എസ്.ഡി.പി.ഐ തുടങ്ങിയ കക്ഷികളുടെ വോട്ട് വാങ്ങിയാണ് കോൺഗ്രസ് പലയിടത്തും ജയിക്കുന്നതെന്ന ആരോപണം നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ആദ്യമായാണ് ഒരു നേതാവ് അത് പരസ്യമായി സമ്മതിക്കുന്നത്. പ്രിയങ്കയുടെയും രാഹുലിന്റെയും വയനാട്ടിലെ വിജയത്തിന് പിറകിൽ മുസ്ലിം വർഗീയ ഘടകങ്ങളുടെ പിന്തുണയുണ്ടെന്ന ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് വർഷങ്ങളായി കോൺഗ്രസിന് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടുന്നുണ്ടെന്ന കെ മുരളീധരന്റെ തുറന്നുപറച്ചിൽ. ജമാഅത്തെ ഇസ്ലാമിയുമായും എസ്.ഡി.പി.ഐയുമായും കോൺഗ്രസ് സഖ്യത്തിലേർപ്പെടാറുണ്ട് എന്ന ആരോപണങ്ങൾ ഉയരാറുണ്ടെങ്കിലും നേതാക്കൾ ഇതുവരെ സമ്മതിച്ചിരുന്നില്ല. അതിനെയൊക്കെ അസ്ഥാനത്താക്കുന്നതാണ് മുരളീധരന്റെ പ്രതികരണം. കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയെന്നത് വെൽഫെയർ പാർട്ടിയുടെ നയമാണ്. 2019 മുതൽ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ദേശീയാടിസ്ഥാനത്തിൽ കോൺഗ്രസിന് ലഭിക്കുന്നുണ്ടെന്നും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ലഭിച്ചിരുന്നുവെന്നും മുരളീധരൻ മറയേതുമില്ലാതെ പറഞ്ഞു. 2019 വെൽഫെയർ പാർട്ടി എടുത്ത തീരുമാനം ഇന്ത്യയിൽ എല്ലായിടത്തും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയെ പിന്താങ്ങാനാണ്. ഇന്ത്യയിൽ മൊത്തത്തിലെടുത്ത തീരുമാനം. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം തമിഴ്നാട്ടിലൊക്കെ കോൺഗ്രസിനോടൊപ്പം സഖ്യത്തിൽ മത്സരിച്ച് CPM-ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ദേശീയ നയത്തിലെടുത്ത തീരുമാനമാണെന്ന് എല്ലായിടത്തും കോൺഗ്രസിനെ പിന്തുണയ്ക്കുക. കാരണം BJP-ക്ക് ബദൽ കോൺഗ്രസ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അവരന്ന് കോൺഗ്രസ്സിന്. അപ്പം അതിനു മുമ്പുള്ള ഇലക്ഷനൊന്നും അവർ ഞങ്ങളെ പിന്തുണച്ചിട്ടില്ല. അപ്പം ഞാൻ 2016 തന്നു. കാരണം കുമ്മനം രാജശേഖരൻ എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നതുകൊണ്ട് 2016 അന്ന് എനിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കണം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് മുരളീധരന്റെ പ്രതികരണമെന്നതും ശ്രദ്ധേയമാണ്. അതിനാലാണ് മുരളീധരന്റെ പ്രതികരണം വന്ന ഉടനെ തന്നെ അതിനെ തള്ളിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വിശദീകരണം നടത്തിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ LDF-നാണെന്നും 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4-5 സ്ഥാനാർത്ഥികൾക്ക് ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്തു കാണുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. നാളിതുവരെ തള്ളിപ്പറഞ്ഞ കാര്യങ്ങൾ ഇനിയും അതുപോലെ ആവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിനാൽ വരും ദിവസങ്ങളിലും കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി ബന്ധം ചൂടേറിയ ചർച്ചകൾക്ക് വിധേയമാകാനാണ് സാധ്യത. ജനം, കോഴിക്കോട്.